റഹീം എന്നുള്ള ഇസ്മിന് ധാരാളം അമലുകൾ നമുക്ക് കാണാൻ കഴിയും. ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് റഹീം എന്നുള്ള ഇസ്മിനെ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതുപോലെ അറിവ് നേടാൻ വേണ്ടിയിട്ട് റഹീം എന്ന് പറയുന്ന ഇസ്മിനെ എങ്ങനെയാണ് ഉപയോഗിക്കുക, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹമുണ്ടാകാൻ എങ്ങനെയാണ് റഹീം എന്നുള്ള ഇസ്മിനെ ഉപയോഗിക്കുക, അതുപോലെ കുടുംബങ്ങളിലെ മറ്റുള്ള ആളുകൾക്കിടയിൽ സ്നേഹമുണ്ടാകുന്നതിന് വേണ്ടി എങ്ങനെയാണ് റഹീം എന്നുള്ള ഇസ്മിനെ ഉപയോഗിക്കുക, ഇങ്ങനെ തുടങ്ങി ചൊല്ലാനും ചെയ്യാനും ഒക്കെയായി അത്ഭുതകരമായ ഇസ്മിന്റെ ധാരാളം അമലുകൾ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ഒരു 3 അമലുകൾ ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ പഠിക്കുകയാണ്. നമ്മുടെ ഉലമാക്കൾ അസ്മാഉൽ ഹുസ്നയുടെ അമലുകൾ, അതിന്റെ മഹത്വങ്ങൾ, അതിന്റെ ഫളായിലുകൾ എഴുതാൻ വേണ്ടി ഒരുപാട് പേജുകൾ ചെലവഴിച്ച മഹത്തുക്കളാണ്, മഹാനുഭാവന്മാരാണ് നമ്മുടെ മുൻഗാമികൾ. അതിൽ നിന്നും വളരെ കുറഞ്ഞ പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു 3 അമലുകൾ ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്.